ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ആത്മസാക്ഷാത്കാരം അഥവാ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന വിഷയത്തെ കുറിച്ചാണ്. എല്ലാ വ്യക്തികളും ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള യാത്രയിലാണ്. യേശുക്രിസ്തു പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞു, നന്നായി പൊരുതി എന്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു. ഈ വാക്കുകളിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാക്കി തരുന്നത്? അവരുടെ ജീവിതം ആത്മനിർവൃതിയുടെ അനുഭവമായിരുന്നു. അതായത് സെൽഫ് ആക്ച്വലൈസേഷന്റെ അനുഭവം അവർക്കുണ്ടായിരുന്നു എന്നാണ്. അമേരിക്കൻ സൈക്കോളജിസ്റ്റായ എബ്രഹാം മാസ്ലോ പറയുന്നു, സെൽഫ് ആക്ച്വലൈസേഷൻ നാം അനുഭവിക്കണമെങ്കിൽ ചില സ്റ്റേജസിലൂടെ നാം കടന്നു പോകേണ്ടിയിരിക്കുന്നു. നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളായ വെള്ളം, വായു, ഭക്ഷണം, താമസം ഇവയാണ് ഒന്നാമത്തെ സ്റ്റേജ്. ഇവ അനുഭവിച്ചവർക്ക് മാത്രമേ രണ്ടാമത്തെ സ്റ്റേജായ സുരക്ഷിതത്വത്തിന്റെ അവസ്ഥ ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു വ്യക്തിയുടെ ശാരീരിക ആരോഗ്യവും അപകടങ്ങളിൽ നിന്നുള്ള സംരക്ഷണവുമാണ് ഈ രണ്ടാമത്തെ സ്റ്റേജിലൂടെ അർത്ഥമാക്കുന്നത്. മൂന്നാമത്തെ സ്റ്റേജായ ഫ്രണ്ട്ഷിപ്പ്, ഇന്റിമസി, ട്രസ്റ്റ്, അക്സെപ്റ്റൻസ് ഇവയിൽ എത്തിച്ചേരണമെങ്കിൽ രണ്ടാമത്തെ സ്റ്റേജായ സുരക്ഷിതത്വം അനുഭവിച്ചവരായിരിക്കണം. നാലാമത്തെ സ്റ്റേജാണ് സെൽഫ് എസ്റ്റീം നീഡ്സ്. ഞാൻ വിലയുള്ള വ്യക്തിയാണ്, കഴിവുള്ള വ്യക്തിയാണ് എന്ന് തിരിച്ചറിയുന്ന സ്റ്റേജ്. കോൺഫിഡൻസും ബഹുമാനവും അവർ അനുഭവിക്കുന്നു. ഏറ്റവും അവസാനത്തെ സ്റ്റേജാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന അവസ്ഥ. ഒരു വ്യക്തിക്ക് എന്തുമാത്രം പൊട്ടൻഷ്യൽ ഉണ്ടോ അവ കണ്ടെത്തി വളർത്തി സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അവസ്ഥയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. അങ്ങനെ ജീവിക്കുമ്പോഴാണ് ഒരാൾക്ക് സമാധാനവും സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കാൻ സാധിക്കുന്നത്. എബ്രഹാം മാസ്ലോയുടെ സെൽഫ് ആക്ച്വലൈസേഷൻ സ്റ്റേജിലേക്ക് നാം എല്ലാം വളരേണ്ടിയിരിക്കുന്നു. എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതം ആസ്വാദ്യകരമാവുകയുള്ളൂ. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് എനിക്ക് സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ നാം കടന്നു വന്ന പല ഘട്ടങ്ങളിൽ വീഴ്ചയുണ്ടായി എന്നാണ്. അവ പരിഹരിക്കേണ്ടിയിരിക്കുന്നു. വീണ്ടും ആരംഭിക്കണം. ഞാൻ നന്നായിരിക്കുന്നു എന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇനിയും എന്റെ കഴിവുകളെ വളർത്തേണ്ടിയിരിക്കുന്നു. അവ ഉപയോഗിക്കപ്പെടേണ്ടിയിരിക്കുന്നു. എവിടെ എന്റെ ചിന്തയെ, എന്റെ തീരുമാനത്തെ, പ്രവൃത്തിയെ മാറ്റണം എന്ന് നമുക്ക് വിചിന്തനം ചെയ്യാം. നാം വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാം. നന്മ വിതച്ചാൽ നന്മ കൊയ്യാം, തിന്മ വിതച്ചാൽ തിന്മ കൊയ്യാം. നന്മയുടെ ഫലമാണ് സന്തോഷവും സമാധാനവും സംതൃപ്തിയും. അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. താങ്ക് യു.